സെം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അന്ന് വെളുപ്പിന് കൃത്യം 4 മണിക്ക് ആമിയുടെ മുറിയിൽ വെളിച്ചം വീഴും. ബാത്റൂമിൽ കയറി കണ്ണും മുഖവും അടിച്ചു കഴിയും. കിച്ചണിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് സ്റ്റഡി ടേബിളിൽ വന്നിരുന്നു. ഇന്ന് അക്കൗണ്ടൻസി എക്സാം. ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയതെല്ലാം മനപ്പാടാക്കി വെച്ചിട്ടുണ്ട്. പ്രോബ്ലം തിയറി ആദ്യമായിട്ടാണ് അക്കൗണ്ടൻസി എക്സാമിന് പ്രോപ്പറായിട്ട് പ്രോബ്ലം ചെയ്ത് പഠിച്ചു പോകുന്നത്. ഇതിനു മുമ്പ് കഷ്ടപ്പെട്ട് തിയറി പഠിച്ചാലേ അതുപോലെ തന്നെ തോൽക്കുകയും ചെയ്യും. ആമി ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും തുറന്നു വെച്ചു. ഫോണിൽ യൂട്യൂബിൽ ഒരു മിസ്സിന്റെ ക്ലാസ് ഓപ്പൺ ചെയ്ത് ഒരിടത്ത് ചാരി വെച്ചു. പിന്നെ അവർ പറയുന്നത് ശ്രദ്ധിച്ച് പ്രോബ്ലം ചെയ്യാനും തുടങ്ങി. അവർ പറയുന്ന പോയിന്റ് എല്ലാം കൃത്യമായിട്ട് നോട്ടും ചെയ്തു. ബുക്കിലും തലയിലും മറ്റൊന്നിനെ ശ്രദ്ധിച്ചെടുത്തത്. പഠനത്തിൽ മുഴുകി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആവി പറക്കുന്ന ചൂട് കട്ടൻ ചായ ടേബിളിൽ വന്നെത്തിയത്. അത് പതിവുള്ളത് കൊണ്ട് തന്നെ ആ ചായ ഗ്ലാസ്സിലേക്ക് മാത്രം ഒന്ന് നോക്കി അവൾ വീണ്ടും എഴുതാൻ തുടങ്ങി. അത് കണ്ടത് സഞ്ജു അവളുടെ കസേരയ്ക്ക് പിന്നിൽ നിന്ന് അല്പം കുനിഞ്ഞ് അവളെ എഴുതുന്നത് നോക്കി. അമ്മയുടെ വിരലുകൾ നിശ്ചലമായി. വിരലുകൾക്കിടയിൽ കിടന്ന് പേന നേരിയുന്നത് കണ്ട് അവൻ ആ പേന കൈക്കലിലാക്കി. ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇവിടെയില്ല, ദേ ഇപ്പുറത്താ ഈ എമൗണ്ട് ചേർക്കേണ്ടത്. വലിയ കാര്യമായിട്ട് അവനത് പറഞ്ഞപ്പോ ആമി അനിഷ്ടത്തോടെ അവന്റെ കയ്യിൽ നിന്ന് പേന തട്ടിപ്പറിച്ചു. ഇത് സാറ് പഠിപ്പിച്ചെന്ന ടോപ്പിക്കല്ല, ഈ മിസ്സിന്റെ കണ്ടാ പഠിച്ചത്. ഞാൻ ചെയ്തോളാം. ആമി ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു. അതിലൊരു താക്കീതുണ്ട്. അവളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുതെന്നൊരു താക്കീത്. സഞ്ജു നിവർന്നു നിന്നുകൊണ്ട് അവളെ പിന്നെ അവളെ കേൾക്കുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് അസൂയോടെ നോക്കി. പിന്നെ മുണ്ടും മടക്കി കിട്ടി. അടുക്കളയിലേക്ക് ഒരു പോക്കായിരുന്നു. അവിടെ ചെന്ന് സ്ലാബിൽ ചാരി കൈയും കിട്ടി. അവൻ ആമിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അന്നത്തെ ബഹളത്തിന് ശേഷം ആമി വല്ലാണ്ട് അങ്ങോട്ട് മാറിപ്പോയി. പിണങ്ങി നടക്കുന്നതെന്ന് അറിഞ്ഞാഞ്ഞിട്ടല്ലേ, പക്ഷെ അതിന് ഇത്ര ആഴവും പരപ്പും ഉണ്ടാവുന്ന കരുതിയില്ല. അവൾക്കിപ്പോ പഴയ ബഹളമൊന്നുമില്ല. സംസാരവും ഒച്ചപ്പാടും കളിയോ ചിരിയോ ഒന്നുമില്ല. ആ വീട്ടിൽ അവളുണ്ടെന്ന് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ അടുക്കളയിൽ അല്ലെങ്കിൽ അവളുടെ റൂമിലോ പോയി നോക്കണം. വായിൽ നാക്കണ്ടോന്നേ വാ പൊളിച്ചു നോക്കണം. മുമ്പൊക്കെ ഒന്നും പറയാനില്ലെങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ കാരണം മേനറ്റുണ്ടാക്കി തന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നവള് ഇപ്പൊ മുഖത്ത് പോലും നോക്കാറില്ല. കൊഞ്ചിക്കുണി പല ആവശ്യങ്ങൾക്ക് തന്നെ സമീപിച്ചവള് ഇപ്പൊ ഒരു കാര്യം അടുത്തൊന്നും പറയാറില്ല. സ്റ്റഡി ലീവ് ആയതോടെ അവന് കോളേജിലും പോയിട്ടില്ല. പക്ഷെ സഞ്ജുവിന് ക്ലാസ് ഉള്ളത് കൊണ്ട് അവന് വേണ്ട ഭക്ഷണം തയ്യാറാക്കി രാവിലെ രാത്രിയും വിളമ്പിയും വെക്കും. ഉച്ചക്കുള്ളത് കൊടുത്തും വിടും. അന്നേരം പോലും മുഖേർത്ത് നോക്കില്ല. എന്തെങ്കിലും ഒന്ന് ചോദിച്ച് മുക്കിയും മോളിയും 2 വാക്ക്. പിണക്കത്തെക്കാൾ കൂടുതലേ ആമയ്ക്ക് വാശിയാണ്. ഇനി പഠന കാര്യത്തിൽ വല്ല സംശയം വന്നാലും അത് കൂട്ടുകാരെ വിളിച്ചും തീർക്കും. സഞ്ജുവിന്റെ അടുത്തേക്ക് പോവാറേ ഇല്ലേ. അവൻ പഠിപ്പിച്ചെടുക്കുന്ന കാര്യങ്ങൾ ഓൺലൈൻ ക്ലാസ് വരെ സ്വയം പഠിക്കാനും തുടങ്ങി. ഇനി എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊതി തോന്നിയാലും അവനോട് പറയാൻ നിൽക്കാതെ പോക്കറ്റ് മണി തന്നെത്താനെ പോയി വാങ്ങും. ഇനി പോകുന്നതിന് മുന്നേ അവനോടൊരു വാക്ക് പറഞ്ഞിട്ടും പോകും. ഇനി ആൾ അടുത്തില്ലെങ്കിൽ ഫോൺ വിളിച്ചും പറയും. അവളുടെ ഈ ഓരോ പ്രവൃത്തിയെ സഞ്ജുവിനോടൊരു കുത്ത് തന്നെയാണ്. എങ്കിലും അതിനൊരു പരിഹാരം കാണാൻ അവളുടെ വഴക്ക് മാറ്റാൻ സഞ്ജുവും മുതിർന്നിട്ടില്ലെന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ അവളുടെ ഈ മൗനം ഒതുങ്ങിക്കൂടി അവൻ നല്ല രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അവളെ പഴയ ആമയായിട്ട് കാണാനേ അവനൊരു കൊതി. അതാ ഈ ഇടയ്ക്ക് 1-2 പറഞ്ഞ് അവളോട് മിണ്ടാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഒരു തരത്തിലും പെണ്ണെടുക്കുന്നില്ല, അവനെ അടുപ്പിക്കുന്നില്ല. സഞ്ജു ഒരു വിങ്ങലോടെ വീർപ്പടക്കി ബാക്കി ജോലിയിലേക്ക് തിരിഞ്ഞു. എക്സാം അല്ലേ, അവള് പഠിച്ചോട്ടെ എന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അവൻ തന്നെ ഉണ്ടാക്കി. ആമി കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും എല്ലാം ടേബിളിൽ റെഡിയായിരുന്നു. ഒരു പേരെ കണ്ണുകൾ ഇടഞ്ഞു. ആമി പരങ്കലോട് നോട്ടം മാറ്റി കളഞ്ഞു. അവൻ തനിക്ക് വിളമ്പി വെക്കും. ആമി ഓടിച്ച് സ്വന്തം പ്ലേറ്റിലേക്ക് ഒരു പീസ് ഉപ്പിട്ടു. കുറച്ച് കറിയൊഴിച്ച് കഴിക്കാനും തുടങ്ങി. സഞ്ജു ഒരു ചിരി ചായ പകർന്നു വെച്ച് കൊടുത്തു. പിന്നെ റെഡിയാകാൻ വേണ്ടി മുറിയിലേക്ക് കയറിപ്പോയി. ആമി കഴുപ്പ് നിർത്തി. ഇത്രയൊക്കെ ആയിട്ട് ഒന്ന് വന്ന് പിണക്കം മാറ്റാൻ തോന്നാത്ത എന്താ? ഒരു സോറ് പറയാൻ മൊത്തം ഒരു സോറ് പറയാൻ പോലും മടി കാണിക്കുന്ന എന്തിന്? ആമി ദേഷ്യത്തോടെ കഴിച്ചെഴുന്നിട്ട് കണ്ണ് വീട്ടി പൊട്ടും കുത്തി ആമി ഇറങ്ങും. സഞ്ജു മുറിയിലിരുന്ന് മുടിച്ചീവുകയായിരുന്നു. വാതിലിന്റെ അടുത്ത് വന്ന് പരങ്ങുന്ന ആമി കണ്ണാടിയിലൂടെ അവൻ കണ്ടിരുന്നു. സാധാരണ ഇങ്ങനെ ഒരു നിൽപ്പ് കണ്ട് കുറെ ആയി. സഞ്ജു എന്താണെന്ന് ചോദിക്കുമ്പോൾ തിരിഞ്ഞിരുന്നത് ആമി അവന്റെ അടുത്തേക്ക് വന്നു. അതിശയത്തോടെ തന്നെ നോക്കുന്ന മിഴികളെ അവഗണിച്ചുകൊണ്ട് അവൾ കുഞ്ഞു അവന്റെ കാര്യത്തൊട്ട് വന്ദിച്ചു. സഞ്ജുവിന്റെ വാ പൊളിഞ്ഞു. ഞാൻ പോവാ. ആമി കാര്യം കഴിഞ്ഞു പോലെ തിരിഞ്ഞു നടക്കാനൊരുങ്ങിയത് ബോധം വന്ന് സഞ്ജു അവളുടെ മുന്നിൽ കയറി നിന്നു. എങ്ങോട്ടാ നീ? ക്ലാസ്സിലേക്ക്. മുഖം കുരിച്ചുകൊണ്ട പറച്ചില്ലേ. ഞാനും അങ്ങോട്ടല്ലേ?
പിന്നെന്തിനാ ഒറ്റക്ക് പോകുന്നത്? ഭാര്യയാണെന്ന് ചിന്തിക്കാൻ കൂടി നാണക്കേടുള്ള സാറിനോട് എങ്ങനെയാ വരിക? ഞാൻ ബസ്സിൽ പൊക്കോളാം, അവനെ കണ്ണി നോക്കി പറഞ്ഞിട്ട് ആമി വെളിയിലേക്ക് പോയി. അവളെ പിടിച്ചിരുത്താൻ പിന്നാലെ ചെന്നെങ്കിലും ആമി ബാഗ് കൊടുത്ത് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അവനാ ഉമ്മറത്ത് തറഞ്ഞു നിന്നു. ഒരു കണക്കിന് ഇതിന്റെ എല്ലാം ഉത്തരവാദി താൻ തന്നെയാണെന്ന് അവന് തോന്നി. തന്റെ മുന്നിൽ താൻ ആഗ്രഹിക്കുന്ന രീതിയിലൊരു പെൺകുട്ടി അവളെ തത്രപ്പാട് അവളി കാണിക്കുന്നതെല്ലാം. ഉച്ചക്ക എക്സാം തുടങ്ങിയത്. അതിനുമുമ്പ് മനസ്സൊന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടി കൂട്ടുകാർക്കൊപ്പം ക്യാൻറ്റീനിൽ പോയി വന്നത് ആമി. ക്ലാസ്സിൽ കയറാതെ പുറത്ത് കറങ്ങിയാടുന്നതിന് സഞ്ജു വഴക്ക് പറഞ്ഞു. അതിന്റെ പേര് പിണഞ്ഞടയ്ക്കാന്ന് മാത്രമേ ആമി കൂട്ടുകാരോട് പറഞ്ഞുള്ളൂ. സിനിയമ്മയോട് അങ്ങനെ തന്നെ. അവന്റെ കയ്യിൽ നിന്ന് തല്ലി മേടിച്ചു കൂട്ടിയെന്ന് പറയും. ആമിക്കെന്തോ നാണക്കേട്. നീ ഇങ്ങനെ ഈഗോ വെച്ചിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് സാറിനോടൊന്നും മിണ്ടിക്കൂടി? ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞ കുറച്ച് കൂടുതലാണ്. അത് നിന്നെപ്പോലെ ഒരു സാധനം ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിങ്ങോ എന്നൊക്കെ വെച്ചാ. ലീനയാ ക്ലാസ് റൂമിൽ പഠിക്കാനെന്ന വ്യാജന കയറി തന്നാലും അതിനാരടങ്ങി ഒതുങ്ങി ഇരിക്കുന്നു? സാറിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ അടുത്തല്ല. ഞാൻ പഴയ അഭിരാമി തന്നെ. അത് സാറ് കാണണം, അത് കണ്ട് സാറ് കൊതിക്കണം. എപ്പോഴും വായടച്ച് വെക്ക അഭിരാമി എന്ന് പറയുന്ന സാറേ എന്നോട് വന്നേ മിണ്ട അഭിരാമി എന്നും പറഞ്ഞ് എന്റെ പിന്നാലെ വന്ന് കെഞ്ചണം. ആമിയുടെ വാക്കി നിറയെ വാശി. ഷടാ, ഇത് നല്ല കൂത്ത്. നീ സാറിന്റെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങളുടെ കൂടെ വന്നു. സാറിനോട് കള്ളവും പറഞ്ഞു. അതിനെല്ലാം ചേർത്ത് സാറ് നിന്നെ വഴക്കും പറഞ്ഞു. വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ സാറിന്റെ ഭാഗത്താ ഞാൻ. വേറെ ഒന്നും ചെയ്തിട്ടില്ല പോലും. പാന്റ് പൊക്കിയേ അടികൊണ്ട പാട് കാണിച്ചെടുക്കാൻ തോന്നിയെങ്കിൽ ആമി അതിന് മുതിർന്നില്ല. അടിച്ച് പൊളിച്ചു വെച്ചിരിക്കല്ലേ. എന്നിട്ട് പാതിരാത്രി വന്ന് മരുന്ന് തേച്ച് പോയിരിക്കുന്ന കള്ളൻ. ആരെ ബോധിപ്പിക്കാനാണാവോ? അതും പോരാഞ്ഞിട്ട് എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത്? എന്റെ ഒരു കാര്യത്തിനും തലയിടാൻ വരില്ലെന്ന്. അങ്ങനെ പറഞ്ഞ തള്ളിക്കളഞ്ഞ ആളോടെ ഞാൻ എങ്ങനെ പോയി മിണ്ടുക? ആമി മുന്നിലേക്ക് നിൽക്കും. രേഷ്മയും ലേവതിയും ലീനയൊക്കെ കൂടി സഞ്ജുവിനെ പൊക്കിയടിക്കുന്ന തിരക്കിലാണ്. സഞ്ജു സാർ പാവമാണെന്ന രീതിയിൽ, ആ മഹാസാദരമാണെന്ന രീതിയിൽ. അതോടുകൂടി ആമിയുടെ കൺട്രോൾ പോയി. കയ്യിലിരിക്കുന്ന നോട്ട്ബുക്ക് എടുത്ത് മൂന്നിന്റെ തലമണ്ട വടി ഓരോന്ന് കൊടുക്കുമ്പോൾ സഞ്ജു അതുവഴി വരുന്നത്. അവനത് കൃത്യമായി കാണുകയും ചെയ്തു. അവനെ കണ്ട പടി അടി കൊടുത്തോണ്ടിരുന്ന ബുക്കിലൊന്ന് തൊട്ടുകുത്തി. ആമി അവനും മാറികടന്ന് ക്ലാസ്സിന് പുറത്തേക്ക് പോയി. അവളെ ഒന്ന് നോക്കി സഞ്ജു നേരെ നിൽക്കുന്നു. ആ മൂന്നിന്റെ നേർക്കാണ്. അവരപ്പ തന്നെ ബുക്കോടും മുഖം മറിച്ചത്. സഞ്ജു അങ്ങോട്ടേക്ക് ആ ബുക്ക് തട്ടിപ്പറിച്ചു. ലീന അവനെ നോക്കി ഇളിച്ച് കാണിച്ചു. 3 പേരും വീട്ടിൽ പറഞ്ഞിട്ടാണ് അന്ന് ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു പോയത്. സഞ്ജു അവർ ഇരുത്തി നോക്കി. ഇല്ല സാർ, ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതൊന്നും അല്ല. പെട്ടെന്നൊരു തോന്നല്ല അങ്ങ് പോയതാ. ഇനി അത് ആവർത്തിക്കില്ല സാർ. മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുമോ? ലീന ചാടിക്കയറി അങ്ങ് പറഞ്ഞു. ആരുടെ തലയില ഈ പ്ലാൻ ഉദിച്ചത്? എന്റെ ഭാര്യയുടെ തലയിൽ നിന്നാണോ? ഒരിക്കലും ഇല്ല സാർ. അഭി പ്ലാൻ കേട്ടപ്പോ തന്നെ വരുന്നില്ലെന്ന് പറഞ്ഞത്. സാറിനെ വിളിക്കാന്ന് വെച്ചതാ. പക്ഷെ അന്നേരം സാർ ഒരു മരണത്തിന് പോയതുകൊണ്ട് അന്നേരത്തെ മൈൻഡ് വെച്ച് സാറ് വേണ്ടെന്ന് പറയുന്നു പറഞ്ഞു ഒഴിഞ്ഞതാ. പിന്നെ ഞങ്ങൾ അവളെ നിർബന്ധിച്ചത്. സാറിനറിയാലോ ഈ ക്ലാസിന്റെ ജീവൻ തന്നെ അവളാ. അഭി ഇല്ലാതെ ഞങ്ങൾക്ക് ആർക്കും ഒന്നിനും ഒരു എനർജി ഉണ്ടാവില്ല. ഞങ്ങള് കാരണം അന്ന് അഭിരാമി വന്നത്. സോറി സാർ. രേവതി തല കുനിച്ചിട്ട് സഞ്ജു പിന്നെ ഒന്നും പറഞ്ഞില്ല. കയ്യിലെ ബുക്ക് അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് അവനും ക്ലാസ്സിൽ നിന്നിറങ്ങി. ഈ 3 വാശി കാരണം അന്നിന്റെ കൊച്ചു പോയത്. ഇഷ്ടം പോലെ അടിയും മേടിച്ചു കൂട്ടിയത്. പാവം. എക്സാം തുടങ്ങിയപ്പോൾ എല്ലാരും ക്ലാസ്സിൽ കയറി. ആമി അവളുടെ സീറ്റിലിരുന്ന് കുട്ടിപ്പായ പ്രാർത്ഥനയിലാണ്. പരീക്ഷ എളുപ്പമായിരിക്കണേ, പഠിച്ചത് പറഞ്ഞേ, കൺഫ്യൂഷൻ ഇല്ലാതെ എല്ലാം ചെയ്യാൻ പറ്റണേ, നല്ല മാർക്ക് വാങ്ങി സഞ്ജുവിന്റെ മുന്നിൽ നെളിഞ്ഞു നിൽക്കാൻ പറ്റണേ എന്നിങ്ങനെ അവളുടെ പ്രാർത്ഥന നീണ്ടുപോയി. ബെല്ല് പഠിച്ചു. ഒരു കട്ട് പേപ്പറും പറ്റുമേ. സഞ്ജു സിന്ധു മിസ്സും ക്ലാസ്സിലേക്ക് ഇറങ്ങി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നമുക്ക് സഞ്ജയ് സാർ തന്നെ ആയിരിക്കും. ആമിയുടെ പിന്നിലിരുന്നു രേവതി അടക്കം പറഞ്ഞു. ആമി വലിയ താല്പര്യമൊന്നുമില്ലാതെ മൂളി. ആമി ഇരിക്കുന്ന ഭാഗത്തെ സെഷനിൽ സഞ്ജു അങ്ങേപ്പുറം സിന്ധു മിസ്സുമായിരുന്നു. ആൻസർ പേപ്പറും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മേടിക്കുമ്പോൾ എഴുന്നേറ്റ് താങ്ക്സ് പറഞ്ഞെങ്കിലും അതെല്ലാം ആർക്കോ വേണ്ടി എന്ന പോലെയായിരുന്നു അവളുടെ ഭാവം. എല്ലാവർക്കും എല്ലാം കൊടുത്തു. സിന്ധു മിസ്സിനും വർത്താനം പറഞ്ഞു. അവൻ ആ ലെക്ചർ ബോർഡിൽ ചാരി നിന്നു. ചോദ്യപേപ്പർ കണ്ണു തുറന്നു വെച്ച് വായിച്ചു നോക്കിയാൽ ഇടയ്ക്ക് കണ്ണുകൊണ്ട് ആക്ഷനിട്ട് എന്തൊക്കെയൊക്കെ ആലോചിക്കുന്നുണ്ട്. കയ്യിലിരുന്ന പേന വായിലേക്ക് ഇടുന്നവടി കണ്ടപ്പോൾ സഞ്ജയന് ചിരി വന്നുപോയി. ഇടയ്ക്കും മുഖേർത്ത് നോക്കി ആമി അവളെ തന്നെ നോക്കി ചിരിക്കുന്നവനെ കണ്ടത്. വായിലിരിക്കുന്ന പേന ജീൻസി തുറച്ച് ഡെസ്കിലേക്ക് വെച്ചു.
പിന്നെ ചോദ്യപേപ്പർ അവളുടെ മുഖം മറയ്ക്കുന്ന രീതിയിൽ ഉയർത്തിയും പിടിച്ചു. മിനിറ്റുകൾ കഴിഞ്ഞു. സഞ്ജു സിന്ധു വിസു ഇടയ്ക്ക് കുട്ടികളുടെ നടവി നടന്നു. കുറച്ചേരം നടന്നു. ഇരുന്നും കുടിച്ചൊക്കെയാണ് സമയം കളഞ്ഞു. ഇടയ്ക്ക് സിന്ധു മിസ് വാഷ്റൂമിൽ യൂസ് ചെയ്യാൻ പോയിട്ടൊക്കെ തന്നെ സഞ്ജു ആമിയുടെ അടുത്തേക്ക് വന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആമിയുടെ മുഖത്തോളം അവന്റെ മുഖം പിന്നിലൂടെ കുനിഞ്ഞു വന്നു. ഇല്ല. ആമി എഴുത്തില്ല. ഞാൻ പഠിപ്പിച്ചെന്നൊക്കെ വന്നു. ആ, വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വൈകുന്നേരം എന്റെ കൂടെയാണ് വരുന്നത്. അതോ എക്സാം എഴുതുന്നവരുടെ കോൺസെൻട്രേഷൻ കളയരുതെന്ന് അറിയില്ലേ സാറിനെ? ആമി ഗൗരവത്തിൽ മറു ചോദ്യം ചോദിച്ചത് സഞ്ജു ചൂടിപ്പോയി. സ്വന്തം ക്ലാസ്സിലെ കുട്ടികൾക്ക് അവരെ അറിയാമെങ്കിലും പ്രൈവറ്റ് കോളേജിൽ നിന്ന് പരീക്ഷ എഴുതാൻ വന്നിരിക്കുന്ന കുട്ടികൾ സഞ്ജുവിനെ ആമി അത്ഭുതത്തോടെ നോക്കിയാണ്. അക്കൗണ്ട് ബുക്കൊക്കെ വളരെ ഭംഗിയായി വരച്ചു വെച്ച് ചെയ്യുന്നത് കണ്ടപ്പോൾ അത്ഭുതം കൊണ്ട് അവന്റെ മുഖം വിടർന്നു പോയി. അവൻ തന്നെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ആമി എഴുത്തു നിർത്തി. ഉത്തരക്കടലാസ് പൊത്തിപ്പിടിച്ച് അതിനു മേലെ തലവെച്ച് കിടന്നു കളഞ്ഞു. സഞ്ജു വീണ്ടും ജമ്മി. പിന്നെ എക്സാം തീരുമ്പോൾ അവൻ അവൾക്കടുത്തേക്ക് പോവാനേ മുതിർന്നില്ല. തുടരും.